തമ്പനയിൽ ഇപ്പോൾ ഇതുമല്ല പട്ടാമ്പി വീടും അല്ല മങ്കട വീടും അല്ലാത്തൊരു വീട് കണ്ടപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഏതാ വീട് എന്ന് വിചാരിച്ചിട്ട് ആ കണ്ടം വിട്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ നമ്മൾ സിറ്റൗണിലുള്ള ഈ ഒരു സോഫ ഇത് രണ്ടും നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവിടെ ചെയറും ടേബിളൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ സോഫ അവിടെ ഇല്ല. അതുപോലെ ഫുഡ് കഴിച്ചിരുന്നു കൊണ്ടുപോകാനുള്ളത്. ഇപ്പം എന്നാലേ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സുകൾ മാത്രമാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ. കാരണം ഈ ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടാവില്ല, മങ്കടയിൽ തന്നെ ആയിരിക്കും. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ തമ്പനയിൽ ഇപ്പോൾ ഇതുമല്ല പട്ടാമ്പി വീടും അല്ല മങ്കട വീടും അല്ലാത്തൊരു വീട് കണ്ടപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഏതാ വീട് എന്ന് വിചാരിച്ചിട്ട് ആ കണ്ടം വിട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോഴേ ഇത് മങ്കട വീടും അല്ല, ഇത് നമ്മൾ പട്ടാമ്പി വീടാണ് കേട്ടോ. അപ്പോൾ തമ്പനയിൽ കണ്ട വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് റെൻറ്റിനെടുത്ത വീടാണ് കേട്ടോ. അതായത് അപ്പം ഇക്കാക്ക് കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇക്കാക്ക് 40 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഇയറിൽ ഇക്ക വന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് 40 ദിവസത്തെ ലീവ് കിട്ടിയപ്പം കുട്ടികളുടെ സ്കൂള് ഓണം എക്സാം ഒക്കെ വരുന്ന സമയമല്ലേ. അപ്പം നമുക്കത് ഒരുപാട് ക്ലാസ്സുകൾ കട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തന്നെ ഇപ്പോൾ ഈ ഒരാഴ്ച കുട്ടികൾ ലീവായിരിക്കും, ഈ ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനുശേഷം കുട്ടികൾ സ്കൂളിൽ ലീവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ തൽക്കാലം റെൻറ്റിനൊരു വീട് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു വീക്ക് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ക്ലാസ് മിസ്സാവാത്ത തരത്തിൽ മങ്കടയും പട്ടാമ്പിയൊക്കെ മാറി മാറി പോയൊക്കെ വരാം. പക്ഷെ നമുക്ക് ഈ കാക്കൊക്കെ എന്താ, കാക്ക എപ്പോഴും ഇന്ന് ഭയങ്കര ശത്രു അപ്പോഴേ. അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടികളുടെ സ്കൂൾ ഒരുപാട് കട്ടാക്കാത്ത തരത്തിൽ നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളെ സ്കൂൾ വിട്ട് ഞങ്ങൾക്ക് മങ്കടയ്ക്ക് പോവാം. പിന്നെ കുട്ടികൾ വരുമ്പോഴത്തേനും തിരിച്ചു വരിക, പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പോവാം, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഓണത്തിന് 10 ദിവസം ലീവ് ഉണ്ടാവുമല്ലോ ഇൻഷാല്ലാ. അപ്പോൾ അപ്പോഴൊക്കെ പോവാം. അങ്ങനെ വിചാരിച്ച് കുട്ടികളുടെ സ്കൂൾ ലീവാക്കാൻ പറ്റില്ല. പിന്നെ പട്ടാമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല. പിക്കാക്കാണെങ്കിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാൽ കൂടി ഒന്ന് കംഫർട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ വേറെ വീടെടുത്തിട്ടല്ലേ നിൽക്കുക. അതേപോലെ നാട്ടിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാണ് അങ്ങനെ 40 ദിവസത്തേക്കൊക്കെ റെൻറ്റിന് കിട്ടുമോ. അപ്പോൾ നല്ലൊരു വീട് കിട്ടി. നമുക്ക് പട്ടാമ്പിൽ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി വരാൻ പറ്റുന്ന തരത്തിൽ കിട്ടിയപ്പോൾ ജസ്റ്റ് അവിടെ വീട് എടുത്തിട്ടു ഒരു സമാധാനത്തിന്. ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബൊന്നും ഇല്ലെങ്കിൽ പലരും വിചാരിക്കും ഇവിടെ വന്ന് നിൽക്കണേ, അല്ലെങ്കിൽ ഭർത്താവും എന്താ ഇവിടെ വന്ന് നിൽക്കണേ, ഇങ്ങനെയൊക്കെ പലതരത്തിൽ എന്തോ പ്രശ്നമുണ്ട് ഇക്കാൻ്റെ വീട്ടിൽ ഇതൊക്കെ പലരും വിചാരിക്കുമല്ലോ. യൂട്യൂബ് ഉള്ളതുകൊണ്ട് പിന്നെ ആ ടെൻഷനില്ല കേട്ടോ. കാരണം വീഡിയോ കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകണമെന്ന് ഇവിടെ വരുന്നു, അവിടുത്തെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളും അവിടുത്തെ വീട്ടുകാരുമായിട്ട് നമ്മൾ ഒരു പ്രശ്നമില്ല എന്നുള്ളതൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റോറികൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളൊരു കംഫർട്ടിന് വേണ്ടി ഒരു വീഡിയോ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ. ഇന്നിപ്പോൾ എന്താ പറയുക, ഇന്ന് ചൊവ്വാഴ്ചയാണ്. നാളെ രാവിലെ ഇക്ക എത്തും. ഓക്കെ, ഇന്ന് നൈറ്റാണ് ഇക്കക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ മങ്കടയ്ക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ ഒന്ന് അവിടെ കൊണ്ടുപോയി വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ നേരെ മങ്കടയ്ക്ക് പോകും. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സാധനങ്ങളൊക്കെ എടുത്തേക്കില്ല. എന്നിട്ട് പണി ഞാൻ കാണിച്ചു തരണം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മറ്റേ പയ്യന്മാരൊക്കെ ചിലപ്പോൾ നിൽക്കാൻ വരുമ്പോൾ കൊടുക്കുമ്പോൾ വെക്കാൻ സാധനങ്ങളൊക്കെ ഒരു ഇത് നാട് കിടത്തിട്ടോ. ഇതിനായിട്ട് വാങ്ങിച്ചാലൊന്നും മുതലാവില്ലല്ലോ. നമ്മുടെ അടുത്തുള്ള തന്നെ കൊണ്ടുപോകാം. കുറച്ച് സാധനങ്ങളൊക്കെ എന്നാലും വാങ്ങിച്ച് നമ്മൾ ഇങ്ങനെ കുറച്ച് ബെഡ്ഷീറ്റുകളും ഞാൻ അവിടെ പോയി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. പിന്നെ പാത്രങ്ങളാണെങ്കിൽ നമ്മളടുത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ അകാരോൻ്റെ സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ പാത്രങ്ങൾ ഒരു ഇതൊക്കെ ആയി. ഈ മിക്സി നമുക്ക് ഷൈത്ത് തന്നാണ് കേട്ടോ, ബുള്ളറ്റ് മിക്സി. അപ്പം മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ, ഓട്ടപ്പാത്രമൊക്കെ ഉണ്ട്. ഓട്ടപ്പാത്രത്തിലൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതൊന്നും അറിയില്ല. അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഡക്ഷൻ കുക്കറും നമ്മളെടുത്ത് ഉണ്ടായിരുന്നു, പൊടി പിടിച്ചു, അത് റാക്കിൻ്റെ മേലെയായിരുന്നു. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഇങ്ങനെ കുറച്ച് കുക്കറുകളുണ്ട്. ഇതൊരു പ്രസ്റ്റീജിൻ്റെ ഇങ്ങനത്തെ സോസ് പാൻ പോലത്തെ പാത്രമുള്ളതാണ്. ഇങ്ങനെ കുക്കറുണ്ട്. ഇങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്താ അത് കുറച്ച് നമ്മളന്ന് ചവിട്ടികൾ മേടിച്ചായിരുന്നു അല്ലേ. കുറച്ച് ചവിട്ടികളുണ്ട്. അങ്ങനെ കുറച്ച് ബീൻ ബാഗൊക്കെ ഒന്ന് അങ്ങോട്ട് നാട് കിടത്താമെന്ന് വിചാരിച്ചു. ഇതിലെന്തായിരുന്നു, ഇത് പെട്ടി കൊടുന്ന് വെച്ചാണ് അല്ലേ. ഇനി എയർ ഫ്രയർ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വാപ്പ വണ്ടി വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്.
പിന്നെ ഒരു ലോറി വേണ്ടി വരും മിക്കവാറും ഇതെല്ലാം അവിടെ എത്തിക്കാനായിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട, ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒന്ന് കേട്ട് നോക്കിയിട്ട് യൂസ്ഫുൾ അല്ലെന്ന് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതെ നമ്മളിപ്പം ന്യൂസ് പേപ്പറുകളിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലും സ്റ്റാറ്റസിലും പലരും പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കോഴ്സുകളെ പറ്റിയിട്ട് കേൾക്കാറുണ്ട് അല്ലേ. പെട്ടെന്ന് തന്നെ ജോലി നേടാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി നേടാം, അങ്ങനെ ഒരുപാട് കോഴ്സുകളെ പറ്റി കേൾക്കാറുണ്ട്. എനിക്ക് പലരും പലത് ഷെയർ ചെയ്ത് തരാറുണ്ട്. ഇത് ഇത്ര നല്ലതാണോ, ഇതിലും ജോയിൻ ചെയ്താൽ ശരിക്കും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് 100% ഉറപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം എനിക്കതിനെപ്പറ്റി ചിലപ്പോൾ അറിയണ്ടാവില്ല. ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു കോഴ്സിനെ പറ്റി കേട്ടപ്പോൾ ട്രസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം കുറേ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇപ്പോഴും എന്തെങ്കിലും ജോലി നേടണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ജോലി വേണം, സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും എന്തോ ശരിക്കും ആവശ്യമുള്ള കാര്യമെന്ന് എല്ലാവർക്കും മനസ്സിലായി നിൽക്കുന്നൊരു സമയമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. സിസ്കോ ആണ് കേട്ടോ നമുക്ക് ഈ കോഴ്സസ് പ്രൊവൈഡ് ചെയ്തത്. വെറും 6 മാസം കൊണ്ടുള്ള പഠനമാണ്. 6 മാസം കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ പഠിക്കാം, ജോലി നേടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കോഴ്സിൽ ചേരുക, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അവരുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും, നമുക്കൊക്കെ പറ്റുമെന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കോഴ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവർ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അതായത് ഇപ്പോൾ ഒരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ സമയത്ത് എനിക്ക് പഠിച്ചാൽ പഠിയോ, എങ്ങനെയായിരിക്കും ക്ലാസ്, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവരുടെ ട്യൂട്ടേഴ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് എന്ത് സംശയം ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കിയൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് കേട്ടോ ഇത്. സിസ്കോയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. 6 മാസം ഡ്യൂറേഷനുള്ള കോഴ്സാണിത്. ഇതിൽ 2 മാസം ഓൺ ജോബ് ട്രെയിനിങ്ങും ഇവർ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും UK ബേസ്ഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ നാഷണൽ ബേസ്ഡ് CTDS സർട്ടിഫിക്കറ്റ്സ് ആണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇവർ ഉറപ്പ് തരുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ്, മോക്ക് ഇന്റർവ്യൂസ്, സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്, ജോബ് ട്രെയിനിങ്, ഇങ്ങനെ തുടങ്ങി നമുക്കൊരു ജോബ് നേടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർ അസിസ്റ്റൻസും ഹെൽപ്പും നമുക്ക് ഉണ്ടാവും. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൂടാതെ വെയർ ഹൗസ് മാനേജ്മെന്റ് കോഴ്സും സിസ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വെറും 3 മാസം ഡ്യൂറേഷനുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ 100% പ്ലേസ്മെന്റും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തമായിട്ടൊരു ഇൻകം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സിസ്കോയിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നമ്മളെ കിച്ചണിലുള്ള ഈ ഒരു ടേബിളും അതുപോലെ നമ്മുടെ സിറ്റൗട്ടിലുള്ള ഈ ഒരു സോഫയും ഇത് രണ്ടും നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവിടെ ചെയറും ടേബിളൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സോഫ അവിടെ ഇല്ല. അതുപോലെ ഫുഡ് കഴിക്കാനുള്ള പറ്റിയൊരു ടേബിളും ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും തൽക്കാലം ഇതൊക്കെ അവിടെ അടിച്ചു മാറ്റി കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ ആകെ ഒരു 40 ദിവസത്തേക്ക് വേണ്ടി നമ്മളിത് പുതിയത് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ തിരിച്ച് ഇവിടുത്തെ ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സാധനങ്ങൾ ഇങ്ങനെ വെറുതെ അധികമാക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടും ഇതൊക്കെ അടിച്ചു മാറ്റിട്ടുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു കൊണ്ടുപോകാനുള്ളത്. ഇപ്പം എന്തായാലും ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സുകൾ മാത്രമാണ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. ആഴ്ച എന്തായാലും ഫുള്ള് ഓരോ ദിവസം ഓരോ പരിപാടികളായിരിക്കും. അപ്പം അതിനുള്ള ഡ്രസ്സുകളും അങ്ങനെ കുറച്ച് വീട്ടിലുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഡ്രസ്സുകൾ മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ പിന്നെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് വന്ന് 2-ാം തീയതിയാണ് തിരിച്ചു വരും. 1-ാം തീയതിയാണല്ലോ അവളുടെ എൻഗേജ്മെൻറ്റ്. എന്നിട്ട് 2-ാം തീയതി തിരിച്ചു വന്നതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ സെറ്റപ്പ് ആക്കാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് ഡ്രസ്സുകളാണ് നമ്മൾ എടുക്കണുള്ളൂ. പിന്നെ എല്ലാ സാധനങ്ങളും ഒന്നും കൊണ്ടുപോകണില്ല കേട്ടോ. അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളോ അതൊക്കെ പാക്ക് ചെയ്ത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വേണം ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കുഞ്ഞുണ്ണേട്ടനും മറ്റേ അവർ വന്നിട്ട് സാധനങ്ങളെല്ലാം ലോറിയിൽ കയറ്റുമ്പോൾ ഞാൻ ഈ ലോറി അല്ല കേട്ടോ, ഈ കുഞ്ഞു പെട്ടി ഓട്ടർഷ അതിൽ കൊണ്ടുപോട്ടോ എല്ലാ സാധനങ്ങളും. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. ഇനി ഞാനും വാപ്പാരോട് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അന്നൊരു ദിവസം പോയിട്ട് ജസ്റ്റ് വീട് കണ്ടിട്ടുണ്ട്, ഒന്നുകൂടി പോകാമെന്ന് വിചാരിച്ചു. ഈ വീട് ഞങ്ങളെ 4-ാം ക്ലാസ് വരെ 1 മുതൽ 4 വരെ പഠിപ്പിച്ച കൊട്ടാര സ്കൂളിലെ രാജ് ടീച്ചറുടെ വീടാണ് കേട്ടോ. അത് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളത്. മുരളിയേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അപ്പം അവരുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പുറത്തെ അവരുടെ വീട്, അവിടെയുള്ള ഫുൾ വൈറ്റ് ഉള്ളത് ഈ ഒരു അവരുടെ ഗസ്റ്റ് ഹൗസുമാണ് കേട്ടോ. അവരിപ്പോൾ ഇത് റെൻറ്റിന് കൊടുക്കുകയാണ്. നമ്മൾ മറ്റത് കുറേ നോക്കിയിട്ടോ വീട്. നമ്മൾ ഈ 40 ദിവസത്തേക്കൊന്നും നമുക്ക് റെൻറ്റിന് കിട്ടുകയില്ല. ഇപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും ഒന്നും നമുക്ക് 40 ദിവസത്തേക്ക് കിട്ടില്ല. 6 മന്ത്സിനോ 1 ഇയറിനോ ഒക്കെ ഉള്ളൂ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് കുറേ തിരഞ്ഞ് ലാസ്റ്റാണ് പിന്നെ വാപ്പ ഇതുപോലെ കുഞ്ഞുണ്ണിയേട്ടനാണ് നമുക്ക് ഈ ഒരു വീട് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പോയി കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്, നല്ല വൃത്തിയുണ്ട്, പുതിയതുമാണ്, നല്ല ഇഷ്ടപ്പെട്ടു. കാരണം വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ടൗണിലാണോ
അങ്ങനെയൊന്നും നോക്കിയില്ല. വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നമുക്കിത് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഇത് തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു. ഇവിടെ ആകെ ഒരു സോഫയുടെയും പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞൊരു ഡൈനിങ് ടേബിളിന് മാത്രമേ ഒരു കുറവുള്ളൂ കേട്ടോ. ബാക്കി ബെഡും കട്ടിലും ചെയറുകളും എല്ലാ സൗകര്യങ്ങളും സ്റ്റോറേജും ഒരുപാടുണ്ട് കേട്ടോ. റൂമുകളിലൊക്കെ ഷെൽഫാണെങ്കിലും പിന്നെ ഇതുപോലെ ക്യാബിൻസ് ആണെങ്കിലും അങ്ങനെ സ്റ്റോറേജുകളെല്ലാം ഉണ്ട്. അതുപോലെ ബാക്കിയെല്ലാം ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് സോഫയും ടേബിളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം അസുട്ട് വരാത്തതുകൊണ്ടേ വീഡിയോ എടുക്കാൻ ആളില്ല. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഭാഗത്താ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ വന്നിട്ട് ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ബെഡ്ഷീറ്റൊക്കെ വരുമ്പോൾ സെറ്റപ്പ് ആക്കാം. പിന്നെ ഇതാ ബെഡ് സ്പേസ് ഉണ്ട്. പക്ഷേ ഇതൊരു ഹോം തിയേറ്ററാണ് കേട്ടോ. ഹോം തിയേറ്ററിലൊക്കെ എൻ്റെ സിനിമ കാണുള്ള സമയം ഉണ്ടാവാൻ അറിയില്ല. അവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ അസൂട്ടിനുള്ള ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ആളില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ പോവാണ്. ഞാൻ 2-ാം തീയതി വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് തിരിച്ച് 2-ാം തീയതിക്കാണ് ഇൻഷാല്ലാ അങ്ങോട്ട് പോകാത്ത സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഒരുവിധം പാക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടിയൊക്കെ ആയിട്ട് വണ്ടി കൊണ്ടുപോയിക്കട്ടെ, മങ്കടേക്ക് പോവാം. ഓക്കെ, ഞാനൊരു 4 ദിവസം മുന്നേ പോയിട്ട് അവിടെ സെറ്റ് ആവണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ ഇക്ക വരുന്നതിൻ്റെ. പക്ഷേ അപ്പോഴത്തേനും ഓരോ കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. അപ്പം എന്തായാലും നാളെയാണ് ഇനിയിപ്പോൾ ഇക്ക വരുന്നത്. നാളെ പുലർച്ചെ ഇക്ക എത്തും. അപ്പോൾ അങ്ങനെ ഒരു തിരക്കായി പോയി ലാസ്റ്റ്. പിന്നെന്താ ഇത് കുട്ടികളുടെ മാത്രം ഡ്രസ്സ് 50-50 വലിയ ബാഗിലും അമ്മൻ്റെ ഫുള്ള്. അമ്മ ഗേളാണ്, ഗേൾസിനാണ് കൂടുതൽ ലഗേജ് ഉണ്ടാവും. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ട്രൗസറും ടീഷർട്ട് മാത്രമല്ല. ഇതിലെ ടൂർണമെൻ്റ് ഒന്നും അറിയില്ല. വേണം ബാഗൊക്കെ സൈഡിൽ കിട്ടുന്ന സ്റ്റൈലാണ്. ഇപ്പോൾ ആ ഷൂ അത് വണ്ടിയിൽ വെച്ച് ഇപ്പം ഇടണ്ട. ഇപ്പം ഇടാനേ സാധാരണ ചെരുപ്പ് ഇട്ടോ. മെച്ച് പറഞ്ഞതിൽ പപ്പ വരുമ്പോൾ നല്ല സ്വഭാവമാണെന്നൊക്കെ. സന്തോഷ് പോവാൻ നേരത്തെ അങ്ങനെ കൊറിയറും കിട്ടി. ഞാൻ വിചാരിച്ചു ഇനി പോയിട്ട് ആൾക്കാർ കൊറിയർ കിട്ടാൻ. ഒക്കെ പല ഐറ്റംസും ഉണ്ട്. അടുത്ത് അപ്പോൾ എന്തായാലും അങ്ങനെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. കുറച്ച് ദിവസം ഇക്ക വരുന്നതും പിന്നെ ഇക്കൻ്റെ ബ്രദർ ഷാജി വരുന്നുണ്ട്, ഷെഫി വരുന്നുണ്ട്, പിന്നെ കുഞ്ഞുമോളുടെ എൻഗേജ്മെൻറ്റ്, ഇങ്ങനെയായിട്ട് കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളും വീഡിയോകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ള ഈ വീഡിയോ വിശേഷങ്ങൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.